ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയ ദ ബേബി ഇൻ യെല്ലോയുടെ ഗൈസ് നമ്മൾ തേർഡല്ല ഗൈസ്, ഫോർത്താണോ തേർഡാണോ ഗൈസ്, തേർഡ് പാർട്ടാണ് ഗൈസ്. തേർഡ് പാർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. തേർഡ് പാർട്ടിൻ്റെ വീഡിയോ ആണ് ഗൈസ് ഇത്. സോറി, എനിക്ക് അബദ്ധം പറ്റിയാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കറുത്ത പൂച്ചയെ നമ്മൾ ഫോളോ ചെയ്ത് പോകാനാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടിരിക്കുന്ന ടുണ്ടുരുവാ ഗൈസ്. ഇതിനെ പിടിക്കാൻ പറ്റത്തില്ലേ? ഇങ്ങോ പോവാ ഗൈസ്. ഇപ്പോൾ ചാടി അതിനകത്ത് കയറി ഇരുന്ന് ഗൈസ്. പടത്തിനകത്ത് നമ്മളും പടത്തിനകത്ത് പോവാ. അയ്യോ ഗൈസ്, നമ്മൾ തെറിച്ചു പോയി ഗൈസ്. അയ്യോ, എന്തൊരു ഗ്രാഫിക്സാ. ദോ ഗൈസ്, കൊച്ചുരിപ്പ് ഗൈസ്. കൊച്ചുരിപ്പ് ഇല്ലാതെ കളിയങ്ങ് പോകത്തില്ല ഗൈസ്. നേരെ പോകാനാണോ പറയുന്നത് ഗൈസ്? ഫോളോ ദി വൈറ്റ് റാബിറ്റ് എന്ന് ഗൈസ്, സോറി, ഫോളോ ദി ബ്ലാക്ക് ക്യാറ്റ് എന്നാണ് ഗൈസ് പറഞ്ഞത്. നമ്മൾ ക്യാറ്റിൻ്റെ അടുത്തോട്ട് പോവാണ് ഗൈസ്. പോയി ഇതാ മാഞ്ഞു പോയി. ഇത് റോഡ് തിരിഞ്ഞു നോക്കണം. ഓ ഗൈസ്, ഹൊറായി ഗൈസ്. എന്തിനാണിത് ഗൈസ്? ലോഡിങ്ങിന് ഇത് കാണിക്കുകയാണ് ഗൈസ്. ലോഡിങ് ഗൈസ്. അത് ഫുൾ പിക്ചർ വന്നിട്ട് കാണിക്കാൻ കഴിയും, എനിക്ക് ലാഗ് അടിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ് വീണ്ടും ഗൈസ്. അപ്പോൾ ആ കറുത്ത പൂച്ചയെ നമ്മൾ കണ്ടു ഗൈസ്. എന്തിരി ചെയ്യേണ്ടതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ സാധനമൊക്കെ വാണം വിട്ട പോലെ പോകുന്നുണ്ട്. ഫോളോ ദ ബ്ലാക്ക് ക്യാറ്റ് ഗൈസ്. നിങ്ങൾ ഫോളോ ചെയ്യാനാണ് പറയുന്നത് ബ്ലാക്ക് ക്യാറ്റിനെ ഗൈസ്. ഈ ബുക്ക് ഇരിക്കുമ്പോൾ നമ്മളങ്ങനെ ഫോളോ ചെയ്യുന്നവനെ നമ്മളും കൊച്ചായിരുന്നെങ്കിൽ ഇവനെ ഇതിനുള്ളിൽ കൂടെ കയറായിരുന്നു ഗൈസ്. എന്തായിരിക്കും 1 2 3 4 5 6 ഇപ്പോൾ രണ്ടെന്ന് എഴുതിയ ബുക്ക് കണ്ടുപിടിക്കണം. എന്തുവാ അതെനിക്കറിയത്തില്ല. കൈ കിട്ടുന്ന ബുക്കെല്ലാം എടുത്ത് ഞാൻ വെക്കാൻ പോവാണ് ഗൈസ്. വെറൈറ്റി അല്ലേ ഗൈസ്? ഇവിടെ ഒന്നും ബുക്കില്ല ഗൈസ്. ഇതാണ് താഴെ ഒരു ബുക്ക് കിടക്കുന്നു. ഇതേത് നമ്പരാ? ഗൈസ്, ഇത് നമ്പരാണോ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു നമ്പറിൻ്റെ ഊഹത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ് അവിടെ. എന്തുമായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഇതാണ്ട് വീണ്ടും ഒരു ബുക്ക് ഇരിപ്പുണ്ട്. ഇത് 2ആണെന്ന് തോന്നുന്നു ഗൈസ്. ഒരു നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അതാ വീണ്ടും വന്നിരിക്കുന്നു. ഇവിടെ അടുത്ത് പോടാൻ നോട്ടിഫിക്കേഷൻ ഗൈസ്. അപ്പോൾ ഏതാണ്ടൊക്കെ ബുക്കാണോ? യെസ് ഗൈസ്, ബുക്ക് കിട്ടും ഗൈസ്. 4ൻ്റെ ബുക്ക് കിട്ടും ഗൈസ്. 4 ഗൈസ്. അല്ല ഗൈസ്, തുറക്കുന്നില്ല ഗൈസ്. എന്താണ് 2 അവിടെ വരണ്ടേ? അപ്പോൾ 2 ആയിരിക്കും. 2 വെച്ച് ഗൈസ്. ഇത് വെച്ചിട്ട് തുറക്കുന്നില്ല. അപ്പോൾ അവിടെ 3 ഗൈസ് വേണ്ട. അപ്പോൾ അവിടെ 3 ആയിരിക്കും ഗൈസ്. അപ്പോൾ അവിടെ 3 ആയിരിക്കും. 3 ആ ബുക്ക് അങ്ങോട്ട് കളയാം. അടുത്ത ഡ്രോപ്പ് കളഞ്ഞു ഗൈസ്. ഇനി ആ ബുക്ക് തപ്പണം ഗൈസ്, തപ്പണം. ഗൈസ്, നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബുക്ക് കറക്റ്റാണോ എന്തുവാന്ന് അറിഞ്ഞൂടെ ഗൈസ്? യെസ് ഗൈസ്, ആണ് ഗൈസ്. ആ കറക്റ്റാ. നമ്മളോട് താഴോട്ട് ചെല്ലാനാണ് ഗൈസ് പറയുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇത് ഓണാക്കി കൊടുത്തേക്കാം ഗൈസ്. ചുമ്മാ ഇരിക്കുമല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇത് ഫർണസാ ഗൈസ്. മൈൻക്രാഫ്റ്റിലും ഉണ്ട് ഗൈസ് ഇതുപോലത്തെ ഫർണസ് എന്ന് പറഞ്ഞേ. അതിനകത്തൊക്കെ നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാമെന്നാണ് പറയണത്. നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. ഈ കൽക്കരി ഇതിനകത്ത് ഇടണമെന്നാണ് ഗൈസ് ഇവർ പറയുന്നത്. അപ്പോൾ ഇടാൻ ഗൈസ്, കൽക്കരി വാരി ഇടാം ഗൈസ്. എല്ലാം നിന്ന് വിറയ്ക്കുന്നു ഗൈസ്. സ്ക്രീൻ മൊത്തത്തിൽ നിന്ന് വിറയ്ക്കുന്നു. ഓവർ പ്രഷറായി ഗൈസ്, എന്ത് ചെയ്യണം? ഇത് അടയ്ക്കണം. ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം ഗൈസ്. പൊട്ടിക്കറിയത്തൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത് ഓഫ് ചെയ്യണം. എന്തിന് ഗൈസ് ചെയ്യണ്ട? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓഫ് ചെയ്യാൻ ഗൈസ്. ഇപ്പോൾ പൊട്ടിത്തെറിച്ചൊക്കെ നമ്മൾ ചത്തുപോയി. ബുദ്ധിയാ ഗൈസ്. അടിയായി ബുദ്ധിയൊക്കെ സമ്മതിക്കണം. ആ പ്രഷർ വെച്ച് അത് അടയും ഗൈസ്. പ്രഷർ വന്നത് അടയും ഗൈസ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതാ ഒരു ഡോറുണ്ട് ഗൈസ്. ഈ ഡോറിനകത്ത് എന്തിനെടുക്കാനാണ് അറിഞ്ഞൂടാ ഗൈസ്.
ഓ ഓടാ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ പൂച്ച ഉണ്ടാക്കി വെച്ചേക്കോ അമ്മമാര്. ഇപ്പൊ പേടിച്ച് ഞാൻ തൂറിപ്പിച്ചു പോലെ. അയ്യോ തുറന്നു വെച്ചിട്ടാണ് പിന്നൊന്നും ഭയപ്പെടി. ഈ ഇടി വെട്ടുന്നതാണ് ഗൈസ് എനിക്ക് പേടി വരുന്നത്. എന്തുവാന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ എൻ്റെ ഫേസ് കാണിക്കാത്തതെന്ന്. ഗൈസ് നമ്മൾ എന്തായാലും ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. ഇനിയും കുറച്ചൊക്കെ നാളൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഫേസ് ആവും ഗൈസ്. എന്തായാലും നമ്മൾ ഫേസിൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോ ഇടുന്നതായിരിക്കും, എന്തായാലും ഇടുന്നതായിരിക്കും ഗൈസ്. ഗൈസ് നമുക്ക് ഈ ബാറ്ററി ഇതിനിട്ട് കൊടുക്കണമെന്നാണ് ഗൈസ് പറയുന്നത്. ബാറ്ററി തപ്പാം ഗൈസ്. ബാറ്ററി ഗൈസ് കിടങ്ങാൻ ബാറ്ററി ഇല്ല, എല്ലാം ലോക്കഡാണ് ഗൈസ്. ലോക്കഡാണ്. എവിടാന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. ഓ ഇതങ്ങ് എവിടാന്നൊന്നും പിടികിട്ടുന്നില്ലേ. ഓ ദാണ്ടിരിക്കുന്ന ഗൈസ് ബാറ്ററി കിട്ടി ഗൈസ്. ബാറ്ററി കിട്ടി ഗൈസ്. ബാറ്ററി ആയതുകൊണ്ട് നിന്ന് തിളങ്ങുന്നു. ചെയ്യാന് ഇട്ട് കൊടുക്കാം ഗൈസ്. ഓ സാധാരണ നമ്മുടെയൊക്കെ റോബോട്ട്സ് വാങ്ങിക്കുവാണെങ്കിൽ അതിന് ബാക്കിലാണ് ഗൈസ് ഇരുന്നത്, നെഞ്ചിലാണ്. അയ്യോ ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ, കണ്ണൊക്കെ കണ്ടോ ഗൈസ്, പാവം. ഗൈസ് ഇനി എന്തിന് ചെയ്യണം? ഇതിനെ റിപ്പയറിങ് സെൻറ്ററിൽ കൊണ്ടുപോകണം. അതിന് അവിടെ ലിവറും താത്തോ ചിലപ്പോൾ അങ്ങോട്ട് വല്ലതും ആണെങ്കിലും. ഓ ഗൈസ് മറ്റേ ഫർണസാണ് ഗൈസ്. ഇത് എവിടാ ഇത് ഗൈസ്? എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ റേഡിയോ ചുമ്മാ ഒന്ന് പോകണമെങ്കിൽ നോക്കി ഒന്നും മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ ഞാൻ കണ്ട ഇവിടെ എല്ലാം ഒന്ന് ഓടി നടക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ അവസാനം ഫർണസ് വഴി കയറി ഗൈസ്. ഇതാണ്ട് ഇവിടെ ആണോ ഇതിനെ വെക്കണ്ടേ? ആണോ ഗൈസ്? ആണ് ഗൈസ്, ഇവിടാണ് ഗൈസ് റിപ്പയറിങ് സെൻറ്റർ. ഓ എൻ്റെ മോനെ, ഇത് ബാറ്ററി ചാർജ് ഇല്ലേ? ഓ മര്യാദയ്ക്ക് ഞാൻ ഫുൾ ചാർജായ ബാറ്ററി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് കൊണ്ട് അവിടെ വെച്ച ഞാൻ എന്നിട്ട് ഇത് ചാർജ് ഇല്ലെന്ന് നമ്മൾ ചാർജായി കൊടുക്കുന്നു. ഗൈസ് ചാർജിലായി, ഒരു ബാറ്ററി ചാർജിലായി. ഓ ഗൈസ് എന്തൊരു വലിയ ശല്യമായില്ലേ. ഇങ്ങനൊന്നും അല്ല ഗൈസ്. ഓ ഇതെന്തുവാണ്? ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഗൈസ്. ഓ നോ ഗൈസ്, എൻ്റെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഗൈസ്. നമുക്ക് കുറേ നോക്കി ഒന്നും വർക്കാവുന്നില്ല ഗൈസ്. ഒന്നും വർക്കാവുന്നില്ല ഗൈസ്. കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യാണ് ഗൈസ്. തെറ്റുകയാണ് ഗൈസ്, എന്തോ ചെയ്യാന്. യെസ് ഗൈസ് ചാർജിലായി. നമ്മളെ സമ്മതിക്കണം ഗൈസ്. ചാർജിലായടാ തുന്തിരിക്കോട്ടൻ, ചാർജിലായടാ. ഓ ഹായ്. ഓക്കെ ഗൈസ്, ഹായ്. എടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പിന്നെ മഷിയ എടാ, ഞാൻ മഷി എവിടെ പോയി തപ്പുവടാ? ഓ ഗൈസ് കൊച്ചുരുപ്പിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇതിനകത്തൊന്നുമില്ല. മഷി ഇതെവിടാണ് ഗൈസ്? വേർ ഈസ് ദി മഷി? ഞാനാകെ ഇവിടെ ഒരു മഷി കാണുന്നുള്ളൂ ഗൈസ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഗൈസ് വരുന്നത്. നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് ഗൈസ് മഷി കണ്ട പോലെ ഗൈസ്. നിങ്ങൾ ഇറങ്ങിക്കടാ, നീ ഇന്ന് ഇറങ്ങിയ വാ താഴെ വന്ന ഗൈസ്. ദാണ്ടിരിക്കുന്നു മഷി, കണ്ട ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഷി ഉണ്ടായിരുന്നു ഗൈസ്. മഷിയുണ്ട്. ഓ എന്തു പാടാ ഇത്. എന്താട്ടൊക്കെ നിന്ന് വിറകിയാണ് ഗൈസ്. നമുക്ക് മഷി കൊടുക്കാം. ഓ അതിന് തലച്ചോറിനാന്ന് തോന്നുന്നു ഗൈസ് മഷി. ഓ ഇഷ്ടപ്പെട്ടു ഗൈസ്, ഇഷ്ടപ്പെട്ടു. ഓ അതിന് ബൂസ്റ്ററില്ല ഗൈസ് പറക്കുന്നത്. ഓപ്പ് മറിഞ്ഞടിച്ചു. അയ്യോ എൻ്റെ അണ്ണാക്കി തന്നെ വീണടാ നീ. എൻ്റെ അണ്ണാക്കി തന്നെ വീഴണം കേട്ടാ ഗൈസ്. ഇവനെന്ത് ഇവിടെ കൊണ്ടുവെക്കണം ഗൈസ്? കുഞ്ഞുങ്ങൾ പറ്റത്തില്ലെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവനെ വെക്കുമ്പോൾ തുറന്നു ഗൈസ്. ഇവനെ വെച്ചപ്പോൾ തുറന്നു ഗൈസ്. നമ്മൾ ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും ഇതാണോ? പവർ ബൂസ്റ്റർ ആണോടാ? ഇതാണോ? അല്ല ഗൈസ്, ഇതല്ല ഗൈസ് പവർ ബൂസ്റ്റർ. തലയാട്ടി കാണിച്ച് അല്ലെന്ന്. ഇതല്ലെങ്കിൽ പിന്നെ എന്തിനടാ ഇത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഗൈസ്?
എന്തുവാടാ അത്? താറാവും കുഞ്ഞൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്തിട്ട് ചെയ്യണ്ടേ? എടാ ഇവനെ എങ്ങനെടാ ഇതിനകത്ത് കയറ്റി വെക്കണ ഞാൻ? മൂന്നാമത്തെ ഡോറ്. എടാ ഇതിനകത്ത് കുറെ കുഞ്ഞുങ്ങളാക്കിയിരിക്കണം, കുഞ്ഞു പാവകള്. അതുകൊണ്ട് അവൻ്റെ ഒരു പടവും പിന്നെ ഇതിനകത്ത് കുഞ്ഞുങ്ങൾ അലോടും അല്ലെന്ന് എഴുതി വെച്ചേക്കുന്നത്. ചെയ്യാനാണ് ഗൈസ്. ഇതുവരെ എനിക്ക് ആ മഞ്ഞക്കുഞ്ഞ് എന്തുവാ, മഞ്ഞയിൽ കുഞ്ഞ് അത് തന്നെ, ഇത് ബേബീനല്ലോ. ആ കൊച്ചുകുരിപ്പിനെ കാണാത്തതിന് ഒരു വിഷമമുണ്ട് ഗൈസ്. ഇതുവരെ കണ്ടില്ല ഗൈസ്, കൊച്ചുകുരിപ്പിനെ കണ്ടില്ല. വിഷമൊക്കെ ഉണ്ട്, എന്നാലും ചെറിയൊരു സങ്കടം. ഡോറടങ്ങി. ഗൈസ് ഈ സാധനം എന്തിനാ തന്നേക്കുന്നത്? ഇത് അടയ്ക്കാനാണ് ഗൈസ്. അത് തന്നെ ഗൈസ് എന്ന് തോന്നുന്നു. റോബോട്ടിനെ എടുത്ത് നോക്കാം. ആണ് ഗൈസ്, അത് തന്നെ. അടയത്തില്ല. സാധനം വെച്ചു, ലിവർ കാത്തു. എന്തുവാടാ ഗൈസ്? എന്താണിത്? വർക്കാവുന്നില്ല. ഇത് വല്ലതും ആണോ സാധനം? ബൂസ്റ്റർ ഇതും അല്ലേ? ഇത് ഇന്ത്യയുടെ താത്ത് വെച്ചേക്കുന്നത്. ഒന്നും സംഭവിച്ചില്ല. എന്താണ്ടൊക്കെ തീപ്പൊരി കത്തുന്നു ഗൈസ്. ഇവിടെ എല്ലാം തട്ടിക്കൂട്ട് പണിയാണ് ഗൈസ്. ഏത് മെക്കാനിക്കാണോ പണി? ഏതാണ്ട് ഗൈസ് ഇതുവഴി ഒരു ഹോളുണ്ട്. ഇവിടെ ഏതോ ഒരു വഴി എത്തുന്നു. ഓ ഇത് 6 ആണ് ഗൈസ്. 6 ദാണ്ടിരിക്കുന്നു ഗൈസ്. പവർ ബൂസ്റ്റർ ദാണ്ടിരിക്കുന്നു. കിട്ടി. നീ കൊച്ചിയാക്കാൻ്റെ കുണ്ടിക്ക് ഇത് കുത്തി കയറ്റാൻ ഗൈസ്. യെസ് ഗൈസ്, കറി. തുള്ളി കളിക്കണ കുഞ്ഞും പോയി നിന്ന് കറങ്ങി കളിക്കണല്ലേ ഗൈസ്. അവൻ അങ്ങോട്ട് പോയടാ. ഞാൻ കൈ കൂട്ടുന്ന സമയം കൊണ്ട് അവൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. നമുക്ക് ഇറങ്ങിപ്പോകുന്നത് ഗൈസ്. ഇറങ്ങുന്ന ഗൈസ് എനിക്ക് ഇത് ആവുമ്പോഴാണ് ഗൈസ് പേടിയാവുന്നത്. എവറാവൻ ഗൈസ്? കാണുന്നില്ല ഗൈസ് അവനെ. ഗൈസ് എവറാവൻ? കാണുന്നില്ല ഗൈസ്. എന്തുവാടാ ഇത്? നീ എന്തിന് ചെയ്യണം അതിനകത്ത്? ഹായ് ഗൈസ്. ഹായ്. ഇന്ന് നിനക്ക് സ്പാനർ വേണം? നിനക്കെന്ത് ലിഫ്റ്റ് പണിയാനാണ്? ഇതിനകത്ത് വല്ല സ്പാനർ ഇരിപ്പുണ്ടോടെ? ദാണ്ടിരിക്കുന്നു. ഞാനൊരു വർക്ക്ഷോപ്പുകാരൻ്റെ മകനായതിനാൽ എനിക്ക് സ്പാനറും ചുറ്റിക്കലൊക്കെ കണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവുമല്ലോ ഗൈസ്. പൊരിഞ്ഞ പണി നടക്കുകയാണ് ഗൈസ്. എനിക്ക് ഈ പടം കാണുമ്പോൾ പേടിയാവുന്നു ഗൈസ്. ഇറങ്ങി വരുമോ എന്ന് കണ്ടോ ഗൈസ്? ഓ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. വന്നാ ഇതെനി കണ്ട മഷി ഞാൻ ലിങ്ക് ഓയിൽ ഞാൻ അവിടെ പോയി ഒപ്പിക്കാനാണ് ആണ്ടിരിക്കുന്നത് ഗൈസ്. മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഗൈസ് വന്നപ്പോൾ പുറന്ന് പറഞ്ഞൊരു സാധനം ഗൈസ് കൊടുത്തു ഗൈസ്. ഡേയ് നിനക്ക് ജ്യൂസ് കുടിക്കാനല്ല ഞാൻ കൊണ്ട് തന്ന സാധനം. ഏമ്പക്കം വിട്ട് കളിക്കുന്നടേ. ഇതിനെങ്കിൽ എന്തിരി വേണ്ടേ? ചുറ്റിക്ക. ഇതാണ് ഗൈസ്. ഇത് കാണുക. ഞാൻ പറഞ്ഞ ചുറ്റുക എന്ന് പറഞ്ഞപ്പോഴേ അവന് ചുറ്റുകാൻ ആവശ്യം വന്നു ഗൈസ്. എന്തോ ചെയ്യാനാണ് ഗൈസ്? പറയൂ ഗൈസ്. നമ്മൾ അവൻ പറന്നു പോയിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. ഭയങ്കര പൊരിഞ്ഞ പണികളൊക്കെയാണ് ഗൈസ്. ഭയങ്കര പണിയാണ്. ഭയങ്കര പണി ഗൈസ്. ഓ ഗൈസ് നിന്ന് വിറയ്ക്കുന്ന ഗൈസ്. കൊച്ചുരുപ്പ് പോലെ ഇറങ്ങി വരൂ. ഇത്രയും പേടിത്തൊണ്ടനായി പോയല്ലോ ഗൈസ്. ഞാൻ ലിഫ്റ്റ് താഴോട്ട് വന്നതാണ് ഗൈസ്. ലിഫ്റ്റിലോട്ട് കയറാം. ഈ ബട്ടൺ അങ്ങ് ഓൺ ചെയ്യാം ഗൈസ്. ഗൈസ് കൊച്ചുരുപ്പിനെ കണ്ടു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ 4th പാർട്ട് വരുന്ന അവിടം വരെ എല്ലാവർക്കും ബൈ.